ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കാരണവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്തവണ നിങ്ങൾക്ക് വോട്ടില്ല, ഇടതുപക്ഷത്തിന് വോട്ടില്ല എന്ന് വെച്ചാൽ ഇത്തവണ ഇല്ലയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതായിരുന്നു അവരൊരു UDF ഫാമിലിയാണ്. അങ്ങനെ തീവ്രമായ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ ഒരു UDF ഫാമിലിയാണ്. ഇടതുപക്ഷത്തിന് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത് 2021 അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് നല്ല സർക്കാരായിരുന്നു, ക്ഷേമ പെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുത്തു, കൊറോണയെയും നിപ്പയെയും മഹാമാരികളെയൊക്കെ പ്രതിരോധിച്ചതിൽ നല്ല പങ്ക് വഹിച്ചു, അതിനൊക്കെയുള്ള മാർക്കായിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയുടെ വോട്ടടക്കം ഇടതുപക്ഷത്തിന് തന്നതെന്നാണ്. പക്ഷേ ഇത്തവണ ഒരൊറ്റ കാരണമേ പറഞ്ഞുള്ളൂ തരാതിരിക്കാൻ, അത് PM ശ്രീയാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ആ രീതിയിൽ PM ശ്രീയിൽ ഒപ്പിട്ടതിനെ ചിത്രീകരിക്കാൻ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കൂടെ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്കും അവരുടെ ചാനലായ മീഡിയ വണ്ണിനും മാധ്യമപത്രത്തിനും മറ്റു ചില മാധ്യമങ്ങൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ ബലത്തിലാണ് 102ൻ്റെ ഭീമമായ സീറ്റ് വാങ്ങി UDF ജയിച്ചത്. അങ്ങനെ ജയിച്ചപ്പോൾ വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന് കിട്ടിയപ്പോൾ ഇപ്പോൾ അതേ PM ശ്രീയിൽ ഒപ്പിടുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഏറെക്കുറെ തീരുമാനമായി, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പിന്നെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ നിയമിച്ചു, വേണോ വേണ്ടയോ എന്ന് തീരുമാനമായി എന്നുള്ള VD സതീഷിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. PM ശ്രീയിൽ ഒപ്പിട്ടതാണ്, ഇനി മാറാൻ നിർവാഹമില്ലാതെ ഇടതുപക്ഷം ഒപ്പിട്ടതാണ്, അതിൻ്റെ ഫണ്ട് വാങ്ങിയാണെന്നുള്ള രീതിയിലാണ്. ആ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ കാണിച്ച ഒരു കൗശലമുണ്ട്. ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്, ഞാൻ മറുപടി പറയട്ടെ? നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചു, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം, അവിടെ ഇരിക്കുമല്ലേ, ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ, ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു, അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. അതിൻ്റെ ഭാഗമായി അഥവാ PM ശ്രീയുടെ ഭാഗമായി പണവും വാങ്ങിച്ചു. അതൊരു പച്ച നുണയാണ്. സതീഷിനെ സംബന്ധിച്ചിടത്തോളം നുണ പറയാന്നുള്ളൊരു പ്രയാസമുള്ള കാര്യമല്ല. ആ പച്ച നുണ എന്താണ്? PM ശ്രീയുടെ ഭാഗമായിട്ട് പണം വാങ്ങിച്ചു എന്നുള്ളതാണ് പച്ച നുണ. PM ശ്രീയുടെ ഭാഗമായിട്ട് പണം വാങ്ങിച്ചില്ല. അതിപ്പോൾ നിങ്ങൾ ഇടതുപക്ഷക്കാർ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. ഞാൻ പറഞ്ഞാലോ, കൈരളി ചാനൽ പറഞ്ഞാലോ, ദേശാഭിമാനി പറഞ്ഞാലോ അല്ലേ പ്രശ്നമുള്ളൂ. ഇടതുപക്ഷത്തെ നിശിതമായിട്ട് വിമർശിക്കുന്ന ചാനലുകളിലൊന്നാണല്ലോ മാതൃഭൂമി ചാനലിൽ വന്നൊരു വാർത്ത കാണിക്കാം. ശരിക്കും സംസ്ഥാനം പണം വാങ്ങിയിട്ടുണ്ടോ? ഫണ്ട് വാങ്ങിയത് കൊണ്ടാണോ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്തത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്ക് വിശദമായി നോക്കാം. അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം കേരളത്തിന് കേന്ദ്രം നൽകിയത് 99 കോടി 27 ലക്ഷം രൂപയാണ്. ഒക്ടോബറിലാണ് ഒപ്പിടുന്നത്, നവംബറിൽ പണം നൽകുന്നു. ഈ തുക PM ശ്രീ പദ്ധതിയുടേതാണോ? അല്ല. ആ തുക SSK ഫണ്ടാണ്, സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട്. SSK ഫണ്ട് നൽകുന്നത് PM ശ്രീയുമായി ചേർത്ത് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേന്ദ്രം. ഇനി എന്താണ് ഈ SSK ഫണ്ട്? അത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ്. 60% വിഹിതം കേന്ദ്രം വഹിക്കും, 40% വിഹിതം സംസ്ഥാനം വഹിക്കണം. പക്ഷേ ഈ SSK ഫണ്ട് 2021 മുതൽ 2025 വരെ 1171 കോടി രൂപയുണ്ട്. അത് കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടില്ല. ഇത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം തന്നെ സമ്മതിച്ച കാര്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2025 കേന്ദ്രം SSK ഫണ്ടായി നൽകേണ്ടത് 452 കോടി രൂപയായിരുന്നു. ആകെ നൽകിയത്, അതായത് PM ശ്രീയിൽ ഒപ്പിട്ട ശേഷമുള്ള ഈ പറയുന്ന 99 കോടി 27 ലക്ഷം രൂപയാണ്. കേരളം പദ്ധതി മരവിപ്പിച്ചു, കേന്ദ്രം ഫണ്ടും നിർത്തി. PM ശ്രീക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അത് നോക്കിയാൽ പദ്ധതിയുടെ ഒരു നടപടിയും കേരളം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയി കാണാൻ കഴിയും. അതായത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്ന സ്കൂളുകളുടെ പട്ടിക പോലും തയ്യാറാക്കിയിട്ടില്ല, അത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുമില്ല. കേരളത്തിലെ PM ശ്രീ പദ്ധതിയുടെ തുക കിട്ടുന്ന 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് നിലവിൽ ഉള്ളത്. അതായത് ചുരുക്കത്തിൽ PM ശ്രീ ഇടതുപക്ഷം ഒപ്പിട്ടു എന്നത് വസ്തുതയാണ്. പക്ഷേ ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കും എന്ന ലിസ്റ്റ് പോലും സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. അതിനു മുൻപ് പദ്ധതി മരവിപ്പിച്ചു. ഫണ്ട് കിട്ടിയത് PM ശ്രീ പദ്ധതി വിഹിതമല്ല. ഇനി തീരുമാനിക്കേണ്ടത്, ഇനി നമുക്കറിയേണ്ടത് UDF സർക്കാരാണ്. അതായത് PM ശ്രീ നടപ്പാക്കുമോ ഇല്ലയോ ഇനി തീരുമാനിക്കേണ്ടത് UDF സർക്കാരാണ്. പദ്ധതി മരവിപ്പിച്ചു ഇടതുപക്ഷ സർക്കാർ. PM ശ്രീ ഒപ്പിട്ട പദ്ധതി ഒപ്പിടാണ്ടായ സാഹചര്യം നമുക്കറിയാം. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് സംഘപരിവാർ സർക്കാർ ഏത് രീതിയിലുള്ള സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചിരുന്നത്? ഏതൊക്കെ രീതിയിൽ സാമ്പത്തികമായിട്ട് ഉപരോധിക്കാൻ പറ്റും അതൊക്കെ ഉപരോധിച്ചു. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം പോലും തടഞ്ഞു വെച്ച്. അതിലൊന്നായിരുന്നു ഈ SSK ഫണ്ട്, സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ട്.
1000 ചില്ലാൻ കോടി രൂപ തടഞ്ഞു വെച്ചത് എന്തിൻ്റെ പേരിലാണ്? PM ശ്രീയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിലാണ്. ഗതികേടിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ, സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് രീതിയിലാണ് ഇടപെട്ടത്, എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത്. അങ്ങനെ ചെലവഴിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നവീകരിച്ച ഒരു സർക്കാർ കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ പോലെ തന്നെ നവീകരിച്ച ഒരു മേഖലയായിരുന്നു ആരോഗ്യ മേഖല. ഇതെല്ലാം ജനങ്ങൾക്ക് അനുഭവേദ്യമായ കാര്യങ്ങളാണ്. അതിനു വേണ്ടിയുള്ള ആ ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയപ്പോൾ ഗതികേടിൻ്റെ ഭാഗമായിട്ട് ഒപ്പിട്ടപ്പോൾ അത് മുന്നണിക്കകത്ത് തന്നെ വിവാദമായതോടുകൂടി അത് മരവിപ്പിച്ചതാണ്. മരവിപ്പിച്ചതോടുകൂടി ആ കേസ് അവസാനിച്ചു. എന്നാൽ VD സതീശൻ പച്ചക്ക് നുണ പറയുകയാണ്, അത് മരവിപ്പിച്ചാൽ പോലും അതുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്ന ഒരു പച്ച നുണയാണ്. അതിൻ്റെ ഫണ്ടും വാങ്ങിച്ചു എന്ന് പറയുന്നത് മറ്റൊരു നുണയാണ്. അതിൻ്റെ ഫണ്ടല്ല എന്നുള്ളത് മാതൃഭൂമി അടക്കം കൃത്യമായിട്ട് പറയും. ഇനി അതുമല്ല, മാതൃഭൂമി പറഞ്ഞതും ശരിയല്ല എന്നുണ്ടെങ്കിൽ VD സതീശനും വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗും കോൺഗ്രസൊക്കെ പുറത്തുവിടേണ്ടത് ഈ പറയുന്ന ഫണ്ട് PM ശ്രീ പദ്ധതിയുടെ ഫണ്ടാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു രേഖ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് കഴിയുമോ? VD സതീശൻ ഇവിടെ സമർത്ഥമായിട്ട് പത്രക്കാരോട്, ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന പത്രക്കാരോട് ഓവർടേക്ക് ചെയ്ത് അവരെ പറയാൻ അനുവദിക്കാതെ, ചോദിക്കാൻ അനുവദിക്കാതെ ഓവർടേക്ക് ചെയ്ത് എന്തിനാണ്? പത്രക്കാർക്ക് ഇത് SSK ഫണ്ടാണെന്നുള്ള അറിയാം, പക്ഷെ അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ പാടില്ല. പകരം ഞാൻ പറയുന്ന നുണ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടതെന്നുള്ള വാശിയിലാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഫണ്ട് വാങ്ങിച്ചു എന്ന് പൊതുജന സമക്ഷം അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ പദ്ധതിക്കെതിരാണ്, പക്ഷേ നിർവാഹമില്ല, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് ഫണ്ട് വാങ്ങിയതല്ലേ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം നുണ പറയുകയാണ്. അതല്ല എങ്കിൽ സതീശനും കൂട്ടരും ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ രേഖ പുറത്തുവിടുക. ഇത് PM ശ്രീയുടെ ഫണ്ട് തന്നെയാണ്, ഈ 99 കോടി എന്നുള്ളത് അതിൻ്റെ രേഖ പുറത്തുവിട്ട് തെളിയിക്കണം. ഈ പറയുന്ന സതീശനും ആ സതീശൻ്റെ കോൺഗ്രസും ഇതിനെതിരാണോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇതിനെതിരായിട്ട്, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം PM ശ്രീക്കെതിരായിട്ട് ആ ഫണ്ട് വാങ്ങാതെ അതിൽ ഒപ്പിടാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനം ഏതാണെന്നെങ്കിലും പറയണ്ടേ? VD സതീശനും കോൺഗ്രസ്സുകാരും ഒരിക്കലുമല്ല. എല്ലാ ഘട്ടത്തിലും സംഘപരിവാറിൻ്റെ കേന്ദ്ര സർക്കാരിനോട് കീഴ്പ്പെടുന്ന സമീപനമാണ് കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലും അത് തന്നെയാണ് ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിൽ വാർത്തകൾ ചെയ്ത, ഈ ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ ചെയ്ത ഒരു ചാനലായിരുന്നു ഈ മീഡിയ 1 ചാനൽ. അത് നമുക്കറിയാം, മൗദൂദി ചാനലാണ്. അവരുടെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അവർ ഇത്തവണ നിരുപാധികമായ പിന്തുണ UDFന് കൊടുത്തവരാണ്. അവരുടെ പത്രമാണ് മാധ്യമം. ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി അജണ്ട സൃഷ്ടിച്ചതിനെക്കുറിച്ച്, അതായത് ജനങ്ങളെ, ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു വികാരമുണ്ടാക്കാൻ എങ്ങനെ പ്രവർത്തിച്ചു എന്നതുകൂടി അദ്ദേഹം തന്നെ പറയുന്നു. ഒന്ന് കേട്ടിട്ട് വരാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഏറ്റവും അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അജണ്ട നിർണയിക്കുന്നിടത്ത് മാധ്യമം മുമ്പിലായിരുന്നു, മീഡിയ 1 മുമ്പിലായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? ഇവരുടെ ഈ അജണ്ട വർക്കൗട്ടായി. അതിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷത്തിനെതിരെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ടാകുകയും അത് UDFന് അനുകൂലമായി വോട്ടായി മാറുകയും ചെയ്തു. പക്ഷേ UDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ കാണുന്നത് സംഘപരിവാറിന് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുന്ന ഒരു UDFനെയാണ്. അത് ഈ പറയുന്ന ഇവരെ അധികാരത്തിലെത്തിക്കാൻ എക്സ്ട്രാ ടൈം ജോലി ചെയ്ത വെൽഫെയർ പാർട്ടിക്കും അവരുടെ ചാനലിനും അവരുടെ പത്രത്തിനും വരെ ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങി. 1 മാസം തികയുന്നതിന് മുൻപ് ബോധ്യപ്പെട്ടു തുടങ്ങി. +2 സീറ്റുമായി ബന്ധപ്പെട്ട മലബാറിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്തപ്പോൾ അവരോടുള്ള ആ സർക്കാരിൻ്റെ, ഈ UDF സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർ തന്നെ അവരുടെ നാക്കുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കും. ഇപ്പോൾ മലപ്പുറത്ത് സമരത്തിന് വന്ന പ്രവർത്തകരെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. സമരത്തിൽ സംസാരിച്ച ജീപ്പ്, മൈക്ക് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന, കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ സമരത്തെ അടിച്ചൊതുക്കിക്കൊണ്ട് നേതാക്കന്മാരെ റിമാൻഡ് ചെയ്തുകൊണ്ട് ജയിലിലടച്ചുകൊണ്ട് പ്രസംഗിച്ച മൈക്കിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് ഒരു സമരത്തെ ഇല്ലാതാക്കാമെന്ന് UDF സർക്കാർ കരുതരുത്, പോലീസ് കരുതരുത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഇതിൽ എന്താണ് അവരുടെ നയം? വിദ്യാർത്ഥി സമരങ്ങളോട്, അവകാശ സമരങ്ങളോട് ഈ നയമാണോ അവർ സ്വീകരിക്കുന്നത് എന്ന് കേരളത്തോട് വ്യക്തമാക്കണം. 1 മാസം കൊണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർക്ക് കൂടി ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ബോധ്യപ്പെടാത്ത കുറേ വിഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതേ VD സതീശനും ഇതേ UDFനും വേണ്ടിയിട്ട് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ വിഭാഗത്തെ 2 പേരിട്ട് വിളിക്കാം. ഒന്ന് പച്ചപ്പട അസർപ്പന്മാരും മറ്റൊന്ന് ത്രിവർണ പൊട്ടന്മാരും എന്ന്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.